എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ്. ഏറ്റവും ബേസിക്കും വളരെ ഇമ്പോർട്ടൻറ്റും ഉള്ള ഒരു ലോ ആണ്. ഈ ലോയുടെ പേരെന്ന് പറഞ്ഞാൽ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ്, നമ്മുടെ ബേസിക് ലോ ആണ്. അപ്പോൾ ഈ ലോ കണ്ടുപിടിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ലോ ആണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ലോ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ലോ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് മിസ്റ്റർ ക്രിസ്റ്റ്യൻ ഓസ്റ്റേഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു. അദ്ദേഹം കുറച്ച് പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കണ്ടക്ടറിലൂടെ, ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക, ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ അടുത്തായിട്ട് അദ്ദേഹം ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. ജസ്റ്റ് ഇവിടെ നോക്കുക, ഇതായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യമൊന്നുമില്ല, ഒരു കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുകയാണെങ്കിൽ ആ കോമ്പസിന് മൂവ്മെന്റ് ഉണ്ടാവുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പൊ അദ്ദേഹം ഇതിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്ത് എന്താന്ന് വെച്ചാൽ, ദ കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കറണ്ടിനാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിസ്റ്റ്യൻ ഓസ്റ്റേഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് നമ്മളുടെ മൈക്കൽ ഫാരഡേ കണ്ടു. അപ്പൊ അദ്ദേഹം അതിന് വലിയ രീതിയിലൊന്നുമില്ല, അദ്ദേഹം വളരെ ചെറുതായിട്ടൊന്ന് തിരിച്ചങ്ങ് ചിന്തിച്ചു. ആ ചിന്തയാണ് ഇത്രയും വലിയ ലോയിലേക്ക് എത്തിച്ചത്. അപ്പൊ വലിയ മഹത്തായ കണ്ടുപിടുത്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ ഒന്ന് മറിച്ച് ചിന്തിക്കുകയാണ്. അതായത് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ ഇതേ പരീക്ഷണം അദ്ദേഹം എന്ത് ചെയ്തു, ഒന്ന് റിവേഴ്സ് ആയിട്ട് അദ്ദേഹം ചെയ്തു നോക്കി. അങ്ങനെ കണ്ടുപിടിച്ച ലോ ആണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ആ ലോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. അദ്ദേഹം കണ്ടുപിടിച്ച പരീക്ഷണം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്: ഒന്ന്, പെർമനന്റ് മാഗ്നറ്റ്; രണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും എന്ന് പറയുന്നത് രണ്ടും മാഗ്നറ്റ് തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റിന് നമ്മൾ സപ്ലൈ കൊടുത്താലേ എന്തായിട്ട് മാറുള്ളൂ, മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ ഒരു DC കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് നമുക്ക് സപ്ലൈ ഒന്നും വേണ്ട, അത് നോർമലി എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റും അതുപോലെ പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി എക്സ്പെരിമെന്റിലേക്ക് പോവാം. ഇതിൽ ഞാനൊരു പെർമനന്റ് മാഗ്നറ്റ് വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പെർമനന്റ് മാഗ്നറ്റ് വെച്ചു. ഇവിടെ ഞാനൊരു സോളിനോയിഡ് വെച്ചു. സോളിനോയിഡ് എന്ന് പറഞ്ഞ ഒരു കോയിലാണ് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനെ നമുക്കൊരു കണ്ടക്ടർ എന്ന് പറയാം. ഈ കണ്ടക്ടറിന്റെ എൻഡിലായിട്ട് ഞാനൊരു ഗാൽവാനോമീറ്റർ വെച്ചു. അപ്പൊ ഗാൽവാനോമീറ്റർ എന്തിനാണ്, കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ കറണ്ട് ഇതിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഇതിൽ നീഡിലുണ്ടാവും. ഈ നീഡിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റും ഈ കോയിലും അടുത്തടുത്ത് ഞാൻ വെച്ചു. ഇത് രണ്ടും എന്ത് ചെയ്തു, അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗാൽവാനോമീറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ ഡിഫ്ലക്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ നോക്കിയേ, ഇവിടെ ഫ്ലക്സ് ഉണ്ട് അല്ലെ, ഫ്ലക്സ് ഇതുമായിട്ട് എന്ത് ചെയ്യും, ലിങ്കേജ് ഉണ്ട്. അപ്പൊ ഫ്ലക്സ് ഇതിലൊക്കെ തട്ടുണ്ട്, പക്ഷെ എന്തില്ല, ഇവിടെ ഗാൽവാനോമീറ്ററിൽ എന്ത് കാണിക്കുന്നില്ല, ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ ഫ്ലക്സ് കണ്ടക്ടറായിട്ട് ലിങ്കേജ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, ഫ്ലക്സ് കണ്ടക്ടറായിട്ട് ലിങ്കേജ് ഉണ്ടായാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റിനെ ഈ കോയിലിന്റെ സൈഡിലേക്ക് ഒന്ന് മൂവ്മെന്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് എന്ത് ചെയ്തു, മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത്
എനിക്ക് എന്ത് കിട്ടി? ഒരു ഡിഫ്ലക്ഷൻ വന്നു. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ചസ് വരുമ്പോൾ എനിക്ക് കോയിലിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്തു? മനസ്സിലായി അല്ലേ? അതേപോലെ ഞാൻ ഈ മാഗ്നറ്റിനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചലിപ്പിച്ചു എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഫ്ലക്സിനെ കുറയ്ക്കുന്ന സമയത്തും എന്ത് കിട്ടി? എനിക്ക് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കിട്ടി. അപ്പോൾ ഫ്ലക്സിന്റെ ചേഞ്ചസ് കൂട്ടിയാലോ കുറച്ചാലോ എന്തുണ്ടാവും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഈ ഒരു വർക്കിങ്ങിലൂടെ, ഈ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, whenever conductor linked with changing magnetic flux, there is an EMF produced on it. അപ്പൊ എന്ത് മനസ്സിലായി? ഫ്ലക്സിന്റെ ചേഞ്ചസ് ആയിട്ട് ലിങ്കേജ് ഉണ്ടായാൽ, ഒരു കണ്ടക്ടറിൽ ലിങ്കേജ് ഉണ്ടായാൽ അവിടെ എന്തുണ്ടാവും? EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. അപ്പൊ ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? whenever a conductor links with changing magnetic field, there is a voltage induced in it. അപ്പോൾ ഈ ലോയിനെ പറയുന്ന പേരാണ് ഫാരഡേ ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മാഗ്നറ്റിനെ വളരെ സ്പീഡിൽ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ സ്പീഡിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? ചേഞ്ചസ് വരും. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ടൈം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅dt. അപ്പൊ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തിന് പ്രൊപ്പോർഷണൽ ആവും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. റേറ്റ് ഓഫ് ചേഞ്ചിങ് ഫ്ലക്സ് വിത്ത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്. ഇതാണ് സെക്കൻഡ് ലോ. അപ്പൊ രണ്ട് ലോ എന്തൊക്കെയാണ്? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ലിങ്കേജ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇതാണ് സെക്കൻഡ് ലോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫോർമുല എന്ന് പറയുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എങ്ങനെ എഴുതാം? d∅dt. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടേൺസ്, ഇതാണ് നമ്മുടെ കണ്ടക്ടർ അല്ലെ? ഈ കണ്ടക്ടറിൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഈ ടേൺസിനെ നമ്മൾ പറയുന്ന പേരാണ് N. അപ്പൊ എത്ര ടേൺസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? N കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഫോർമുലയിൽ എഴുതുക. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കൊടുക്കണം, നെഗറ്റീവ് എന്ന് പറയുന്ന സൈൻ കൂടി കൊടുക്കണം. അപ്പോൾ ഫോർമുല ഇതാണ്, E പ്രൊപ്പോർഷണൽ ടു -n d∅dt. മൈനസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസസ് ലോ ആണ്. അപ്പൊ ലെൻസസ് ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമായത് എന്തോ ആ കോസിന് ഇത് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തത്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ് N. അതുപോലെ d∅ എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന ചേഞ്ചിങ് ഫ്ലക്സ്, dt എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന ചേഞ്ചിങ് ടൈം. അപ്പൊ ചേഞ്ചിങ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. അപ്പൊ ഇതാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫോർമുല. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതൊന്ന് കണ്ടു നോക്കുക. We are going to discuss Faraday's law of electromagnetic induction. Let us take a simple coil. Let us connect one battery across it. Hence, there is a magnetic field surround it. Let us take another coil connected across a galvanometer as shown here in the figure. Now, we will hold the second coil nearer to the first coil. More specifically to say, hold the second coil under influence of magnetic field of first coil. Now, we can observe that there is no voltage appeared across the second coil. There will be no deflection in the pointer of the galvanometer. Although at that condition, there is magnetic flux linkage in the second coil from first coil, but no voltage induced in the second coil. Now,
we move the second coil inside the influence of magnetic field of first coil. Now, we can observe that during movement of the second coil, the pointer of the galvanometer deflects. This indicates that some voltage has been induced across the second coil while the second coil was moving. Now, let us move the first coil keeping the second coil stationary at its place. In that case also, we will observe that there is a voltage induced across the second coil. In this case also, the pointer of the galvanometer deflects. In first case, there was a flux linkage in the second coil from first coil, but no voltage induced in the second coil. In the second and third cases, there was still flux linkage in the second coil from first coil, but the flux linkage was changing due to movement of coils. So we can now conclude, whenever a coil or any other conductor comes under influence of changing magnetic flux, there is a voltage induced in it. The voltage induced due movement of the conductor or magnetic field is called dynamically induced voltage. We can create the same condition without any movement of either of the coils. In that case, we have to apply an alternating voltage across the first coil. This produces a changing flux. This changing flux will link the second coil, and for some reason there will be an induced voltage across the second coil. In that case, both conductor and magnetic field are physically stationary. The induced voltage in this case is called statically induced voltage. In all events, when there is a changing flux linkage, a voltage is induced. This phenomena was first observed by Michael Faraday, and he stated as a law called Faraday's first law of electromagnetic induction. Faraday's first law says, when a conductor links with a changing magnetic flux, there is a voltage induced in it. Now, we will move the second coil faster inside the influence of magnetic field of first coil. We will see that during faster movement of the second coil, there is more deflection of pointer of the galvanometer connected to it. Same thing happens if instead of second coil, we move the first coil faster. So, when relative motion between magnetic field and conductor increases, the induced voltage across the conductor is also increased. The increase of relative motion between magnetic field and conductor means increase in rate of change of flux linkage with respect to time. Michael Faraday stated that in his second law of electromagnetic induction. His second law states, the magnitude of induced EMF in a conductor is directly proportional to the rate of change of flux linkage with respect to time. If we observe the pointer movement of galvanometer during movement of the second coil or first coil, we will find that the movement of the pointer in one direction when both coils come closer, and the movement of the pointer in opposite direction when both coils go away from each other. When the coils come closer, there is an increasing rate of flux linkage, and when the coils go away from each other, there is a decreasing rate of flux linkage. Thus, the polarity of the induced EMF in a conductor depends upon whether the rate of change of flux linkage is increasing or decreasing. Now, let us come to the mathematical form of Faraday's law of electromagnetic induction. If there is n turns in second coil and rate of change of flux linkage with respect to time in second coil is d phi dt, then the induced EMF in the second coil
is E equals to minus N d phi dt. Here, two things to remember. 1. Constant of proportionality is 1. This means EMF induced in a turn of coil is exactly equals to the rate of change of flux linkage with respect to time with it. 2. There should be a minus sign in the left hand side of the equation. This is to justify the Lenz law, which states that polarity of the induced EMF opposes its cause, which is changing flux linkage. Hope you got a basic idea of Faraday's law of electromagnetic induction. Thank you. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. കഴിഞ്ഞ നമ്മളുടെ ലോയിൽ നമ്മൾ പഠിച്ചു ഒരു കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലെ. ഇനി ആ കറണ്ടിന്റെ ദിശ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ ഫിംഗേഴ്സ് ഈ കാണുന്ന രീതിയിൽ എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിൽ നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ആയിരിക്കും. അപ്പൊ റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിൽ എല്ലാ ഫിംഗേഴ്സ് എന്ത് ചെയ്യാം, തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അതാണ് നമ്മുടെ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിലാണ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ തമ്പ് വെക്കുന്ന ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന്റെ ദിശയിലും അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ദിശയിലാണ് നിങ്ങളുടെ ഫോർ ഫിംഗർ എന്ത് ചെയ്യുക, വെക്കേണ്ടത്. ഇത് രണ്ടും, ഇത് ഫോഴ്സിന്റെ ദിശയിലും ഇത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ദിശയിലും ആണെങ്കിൽ നമ്മളുടെ ഫോർ ഫിംഗർ കാണിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മിഡിൽ ഫിംഗർ കാണിക്കുന്നതായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, ഈ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഇത് മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും, ഇത് നിങ്ങളുടെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ കാണിക്കുന്നതായിരിക്കും എന്ത്, കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് ഒരു ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക, ഇതിൽ തമ്പ്, ഫോർ ഫിംഗർ അതുപോലെ മിഡിൽ ഫിംഗർ റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സിനെ ആയിരിക്കും, അതുപോലെ ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ഫോഴ്സും ഇത് മാഗ്നറ്റിക് ഫ്ലക്സും ആണെങ്കിൽ ഈ നിങ്ങളുടെ മിഡിൽ ഫിംഗർ കാണിക്കുന്നതായിരിക്കും എന്ത്, കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി നമുക്ക് പവറും എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ഒരു വർക്ക് ചെയ്ത നിരക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പവർ. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്, ഒരു വർക്ക് ചെയ്യാൻ വേണ്ട കപ്പാസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എനർജി. അപ്പൊ ഇതിന്റെ നമുക്ക് കുറച്ച് ഫോർമുലേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട്സ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് W എന്നാണ്. അപ്പൊ പവറിന്റെ യൂണിറ്റ് വാട്ട്സ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ W. ഇനി പവർ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്, അതുപോലെ അതിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ W ആണ്. ഇത് മെഷർമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ വാട്ട് മീറ്റർ ആണ്. ഇനി പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൊക്കെ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്താൽ മതി. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല V ഇൻറ്റു I. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോർമുല ആണ്, ഇത് ബോക്സിൽ ഇട്ട് വെക്കാം. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P ഈക്വൽ ടു V ഇൻറ്റു I ചെയ്താൽ മതി. അപ്പൊ ആ സർക്യൂട്ടിലൂടെ, ഇതിപ്പോ ഒരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കാം, ഈ സർക്യൂട്ടിൽ
ഇതിൽ ഞാൻ കണക്ട് ചെയ്തത് 5 വോൾട്ടേജ് ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? P ഈക്വൽ ടു V ഇൻറ്റു I. അപ്പൊ 5 ഇൻറ്റു 5 ഈക്വൽ ടു 25 വാട്ട്സ്. അപ്പൊ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് എനർജി ഡിസ്കസ് ചെയ്യാം. എനർജി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല E ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോ പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ വാട്ട് അവർ എന്ന് പറയും. വാട്ട് അവർ, പവറിന്റെ യൂണിറ്റ് വാട്ട്, ടൈമിന്റെ യൂണിറ്റ് അവർ. അപ്പൊ വാട്ട് അവർ. ഇനിയിപ്പോ കുറച്ചുകൂടി കൂടിയ എനർജി ആണെങ്കിൽ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ. കണ്ടുപിടിക്കാനുള്ള ഫോർമുല പവർ ഇൻറ്റു ടൈം. ഇതാണ് എനർജിയുടെ ഫോർമുല. ഇനി പവറിന് നമുക്ക് 3 ഫോർമുല ഉണ്ട്. P ഈക്വൽ ടു V ഇൻറ്റു I ചെയ്യാം. ഇത് ഒന്നാമത്തെ ഫോർമുല. ഇനി നമുക്ക് ഈ ഫോർമുലയ്ക്ക് നമുക്ക് ഓംസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഓംസ് ലോ എന്ത് ചെയ്യാം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെയും ഫോർമുല കിട്ടും, നമുക്ക് നോക്കാം. അപ്പൊ P ഈക്വൽ ടു, ഇനി വിയുടെ പകരം നമുക്കറിയാം V ഈക്വൽ ടു ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു ഓംസ് ലോ ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നോക്കുക. അല്ലെ? അപ്പൊ നമുക്ക് വിയുടെ ഫോർമുല കണ്ടുപിടിക്കാം. I ഇൻറ്റു R ചെയ്യാം. അപ്പൊ ഈ വിയുടെ സ്ഥാനത്ത് ഈ വിയുടെ സ്ഥാനത്ത് നമുക്ക് I ഇൻറ്റു R ഇട്ട് കൊടുക്കാം. അപ്പൊ I ഇൻറ്റു R ഇൻറ്റു I. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I സ്ക്വയർ R. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള അടുത്ത ഫോർമുല I സ്ക്വയർ R. ഇനി നോക്കുക, ഇനി അടുത്തത് ഒന്നുകൂടി നോക്കുക. P ഈക്വൽ ടു, ഈ ഐയുടെ സ്ഥാനത്ത് നമുക്ക് ഈ ഫോർമുല ഇട്ട് കൊടുക്കാം. I ഈക്വൽ ടു എന്താ? V ബൈ R. അപ്പൊ നോക്കിയേ, V ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് V ബൈ R. അപ്പൊ V ബൈ R ഈക്വൽ ടു എന്ത് കിട്ടി? V സ്ക്വയർ ബൈ R. അപ്പൊ നമുക്ക് അടുത്ത ഫോർമുല കിട്ടില്ലേ? അപ്പൊ പവറിന് 3 ഫോർമുല കിട്ടി. ജസ്റ്റ് ഇവിടെ ഇത് കാണിച്ചു തരാം. ഒന്നാമത്തെ ഫോർമുല P ഈക്വൽ ടു V ഇൻറ്റു I. ഒന്നാമത്തെ ഫോർമുല. ഇനി അടുത്ത P ഈക്വൽ ടു I സ്ക്വയർ R. P ഈക്വൽ ടു I സ്ക്വയർ R. ഇത് രണ്ടാമത്തെ ഫോർമുല. ഇനി P ഈക്വൽ ടു V സ്ക്വയർ R. P ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അപ്പൊ ഇതില് 3 ഫോർമുല ഉണ്ട്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇത് പ്രധാനപ്പെട്ട പവറിന്റെ 3 ഫോർമുലാസ് ആണ്. എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പൊ ഇതാണ് എനർജിയും പവറും തമ്മിലുള്ള മേജർ ഫോർമുലാസ് ആൻഡ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ.